രേവതി, ഒരു കാര്യം, ഇപ്പം ഇവിടെ അവസാനിക്കുന്നില്ല, ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഇനിയുള്ളത് ലീഗൽ സൈഡാണ്, ഇതിൻ്റെ നിയമവശമാണ്. പരാതി എടുക്കണം, അതിൽ അന്വേഷണം വേണം. അപ്പോൾ അതുമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് രേവതി നിലവിൽ ആലോചിക്കുന്നത്? ഇല്ല, ഞാൻ പരാതിയും കേസുമായിട്ടൊന്ന് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ഈ ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ ഞാൻ ഒരിടത്തും പ്ലാൻ ചെയ്തിട്ട് ഇല്ലാത്തൊരു കാര്യമാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു നിയമ നടപടി എന്തുകൊണ്ട് കേസായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് ചോദിക്കാൻ ഈസിയാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരാം, അങ്ങനെയുള്ളൊരു സ്പേസ് എന്നൊക്കെ ഗവൺമെൻറ്, അതൊക്കെ ഈസിയാണ്. പക്ഷേ ഇതിനകത്ത് ഇറങ്ങേണ്ട എക്സ്പീരിയൻസും അല്ലാതെ ഇറങ്ങുമ്പോഴുള്ള വേറെ കുറേ ഫാക്ടേഴ്സ് നമുക്ക് ഇൻഡിവിജ്വലി ആസ് എ പേഴ്സൺ, ആസ് എ വിമൻ, ആസ് എ സർവൈവർ നോക്കാണ്ട് നമുക്ക് അതിനകത്ത് ചാടി ഇറങ്ങാൻ പറ്റില്ലല്ലോ. കാര്യം ഇപ്പം എനിക്ക് ബേസിക്കലി ഫോക്കസ് ചെയ്യേണ്ടത് എൻ്റെ കരിയറാണ്, എൻ്റെ സെൽഫാണ്. മോർ ദാൻ ദാറ്റ് എനിക്ക് എൻ്റെ മനസ്സമാധാനമാണ്. അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ട് നിലവിൽ ഞാൻ അങ്ങനെ ഒരു ലീഗൽ സ്റ്റെപ്പ് ഒരിടത്തും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു അഷുറൻസ് ഒന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ, നോക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ രേവതി, ഇപ്പം ഇങ്ങനെ ഒരു തുറന്നു പറച്ച് ഇത്രയും ദുരനുഭവം നേരിട്ടു, അത്രയും മോശമായ രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടു, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പം അമ്മയിൽ നിന്നാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും ശരി, വനിതാ കമ്മീഷനുണ്ട്, ആരെങ്കിലും രേവതിയെ ബന്ധപ്പെട്ടോ, കൂടെയുണ്ട് ഞങ്ങൾ എന്നുള്ളൊരു വാക്ക് പറഞ്ഞോ ആരെങ്കിലും? സുഹൃത്തുക്കളും മറ്റുള്ള നമുക്കറിയുന്ന ചില ഗ്രൂപ്പ്സിലെ സുഹൃത്തുക്കളാണ് പ്രധാനമായിട്ട് കോൺടാക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ. അല്ലാതെ ഈ ലീഗൽ സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റമോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നോ അങ്ങനെ ഒരു ഇതൊന്നും എനിക്ക് എൻക്വയറി ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കാര്യങ്ങൾ പേഴ്സണലി നമ്മുടെ സുഹൃത്തുക്കൾ അന്വേഷിക്കുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് കൂടുതലും ഒരു പേഴ്സണൽ സോണിൽ നിൽക്കുന്ന ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ രേവതി ഒരു കാര്യം, ഇപ്പൊ ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഈ ഒരു വിഷയം താങ്കൾ പേരടക്കം തുറന്നു പറയുന്നത്. ഇതിനു മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് സമാനമായ പരാതി ഉണ്ടായി, താൻ നേരിട്ട ദുരനുഭവങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതിനുശേഷമാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും ഈ പറയുന്ന സിദ്ദിഖ എത്തുന്നത്. അപ്പം ഇത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിട്ട് പോലും തെരഞ്ഞെടുക്കപ്പെടുകയാണ് അമ്മ എന്നുള്ള ഒരു സംഘടനയുടെ തലപ്പത്തേക്ക്. അത്ഭുതം തോന്നിയിരുന്നു അന്ന് അത്ഭുതമൊക്കെ തോന്നിയിരുന്നു. കാര്യം ഇതിന് മുന്നേ ഈ അൺഫെയർനെസ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ട് നാള് കുറേ ആയി. നമുക്ക് ഈച്ച് ടൈം ഇത് നമ്മൾ കാണുമ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ബീങ് എ സർവൈവർ നമ്മുടെ തലയിൽ ചവിട്ടി കയറി, അല്ലെങ്കിൽ നമ്മുടെ വോയിസിനോ നമ്മുടെ സത്യസന്ധതയ്ക്കോ യാതൊരു ഇതും ഇല്ലാതെ ചവിട്ടി തേക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണല്ലോ, അല്ലെങ്കിൽ സ്റ്റെപ്പുകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഈ ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേ ആയി. സംസാരിച്ച സമയത്തും ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എത്രയോ ഡോസ് ഞാൻ നോക്ക് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയോ ഞാൻ കാര്യങ്ങൾ ഇതിനെ വലിയ സീരിയസ് ആയി ഞാൻ എന്താ പറയുക, ഇതിലൊരു സ്റ്റെപ്പ് എടുക്കാൻ ഞാൻ റെഡിയായി നിന്ന സമയങ്ങളുണ്ട്. അന്നൊക്കെ ഇൻഡിവിജ്വൽസിൽ നിന്നിട്ടാണെങ്കിലും സപ്പോർട്ട് ഗ്രൂപ്പ്സിൽ നിന്നിട്ടാണെങ്കിലും ഒക്കെ, അത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എല്ലാം, ഇൻക്ലൂഡിങ് പോലീസ് സ്റ്റേഷൻ, ഇങ്ങനെയുള്ള പല ആൾക്കാരാണെങ്കിലും എനിക്ക് അങ്ങനത്തെ യാതൊരു ഹോപ്പും എനിക്ക് തന്നിട്ടില്ല. അതിനൊരു ചെറിയൊരു എൻകറേജ്മെൻ്റ് ഒന്നും അല്ല, അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ട് ഉണ്ടല്ലോ. എവിടെയെങ്കിലും എനിക്കൊരു ഹോപ്പ് തോന്നണം, ഓക്കെ എനിക്കിതുമായിട്ട് സ്റ്റെപ്പ് ചെയ്യാം. കാര്യം ഞാൻ കുറേ കാര്യങ്ങൾ റിസ്ക് ചെയ്തായിരിക്കും ഞാൻ സ്റ്റെപ്പ് ചെയ്യാൻ ഇറങ്ങുന്നത്. അവിടെ ആ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഹോപ്പ് തരുന്ന ഒന്നും എനിക്കൊരു ഡോറും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം ഞാൻ അതൊന്നും എനിക്ക് അതിനകത്തൊന്നും ഇറങ്ങാൻ വയ്യ. താങ്കൾ പറഞ്ഞതുപോലെ പുറത്തു പോയി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അത് തന്നെയാണ് ശരിക്കും സംഭവിച്ചത് അല്ലേ? അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. ഹി വാസ് വെരി ഷുവർ. ഇയാൾ മാത്രമല്ല, പല ആൾക്കാരും പിന്നെ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്, ഇതൊക്കെ പുറത്ത് പോയി പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? എൻ്റെ ഫാൻസ് എവിടെ കിടക്കുന്ന, നിനക്ക് ആരുണ്ട്? നീ ഒരു ന്യൂ കമ്മർ അല്ലേ? അന്ന് ഞാൻ ഫസ്റ്റത്തെ മൂവി പോലും ചെയ്തിട്ടില്ല. അപ്പം നീ കയറാൻ എന്താ അന്ന്, അപ്പം എനിക്ക് ലിറ്ററലി പ്രൊഫൈലില്ല. അപ്പം പ്രൊഫൈലില്ലാത്ത ഒരുത്തിക്ക് എവിടെയോ ഇങ്ങനെ പാഷനുമായിട്ട് നടക്കുന്നു എന്ന് പറയുന്ന ഒരുത്തിക്ക് എവിടെ നിന്ന് ആര് വിശ്വസിക്കാനാ? ഇക്ക ഫാൻസിനെ അറിഞ്ഞുകൂടെയെന്ന് ഇദ്ദേഹം തന്നെ ചോദിച്ച ഒരാളാണ്. ശരിയാണ്, ഈ സോകാൾഡ് ഇക്ക ഫാൻസ് തന്നെയാണ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്കും വിലങ്കും ആക്രമിച്ചത്. സൈബർ ഇടങ്ങളിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് എന്തൊക്കെയോ സ്കാമുകൾ പുറത്തു വിടുന്നു, എന്തൊക്കെയോ ഇങ്ങോട്ട് അടിക്കുന്നു, അവിടെ ഇവിടെയൊക്കെ ഇട്ട് എന്നെ പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ ഇരുന്ന് തന്നെ ഓൺലൈനിലൂടെ സൈബർ അറ്റാക്ക് നേരിട്ടു അന്ന് ആ പരാതി പറഞ്ഞപ്പോൾ. ഭീകരമായ സൈബർ അറ്റാക്കാണ്. ഭീകരമായ സൈബർ അറ്റാക്കിന് ശേഷം ഞാൻ ആ സ്പേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടോ, അതോ ജീവനോടെ ഉണ്ടോ, അതോ എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. കാര്യം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഡിലീറ്റ് ചെയ്തിട്ടില്ല, അതങ്ങനെ കിടപ്പുണ്ട്. ഞാൻ യൂസ് ചെയ്യാറില്ല എന്ന് മാത്രമല്ല. ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് ഞാൻ ഇച്ചിരി ഇപ്പോൾ പ്രൈവസി തോന്നിയുകൊണ്ടും അറ്റാക്ക് കുറവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതുകൊണ്ടും ഞാൻ അതിനകത്ത് മാത്രം ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് കുറച്ച് ആക്റ്റീവ് ആണെന്നേ ഉള്ളൂ. അല്ലാതെ ഫേസ്ബുക്കിലൊന്നും ഞാൻ അതോടുകൂടി ഞാൻ ബാനിഷ് അവേ ചെയ്തു. ബിക്കോസ് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാര്യം എവിടെ നിന്ന് എൻ്റെ തല വിട്ടും എൻ്റെ കാല് വിട്ടും എന്നൊക്കെ പറഞ്ഞ് ഓരോ മനുഷ്യരിരുന്ന് വീഡിയോ ഉണ്ടാക്കുകയാണ്. എന്നെ ജീവിതത്തിൽ ഒരു സമയമോ 5 മിനിറ്റോ പോലും രേവതി എന്താണെന്ന് സംസാരിക്കാത്ത ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനൊക്കെ ബിഹൈൻഡിൽ എന്ത് അജണ്ടയാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. നമുക്ക് തലയ്ക്കകത്ത് ബുദ്ധിയുണ്ടല്ലോ, ബ്രെയിൻ ഉണ്ടല്ലോ.